ഹായ് ഫ്രണ്ട്സ്, നമുക്കൊരു മീൻ അച്ചാർ ട്രൈ ചെയ്താലോ. മീൻ അച്ചാറിന് വേണ്ടി ചെറിയ കഷ്ണങ്ങളാക്കണം. ചെറിയ പീസാക്കിയ ശേഷം എല്ലോ മുള്ളോ ഒന്നും പാടില്ല, സ്കിന്നും ഇല്ലാതെ നമ്മൾ ചെറിയ പീസുകൾ മാത്രം എടുത്ത് മഞ്ഞൾപ്പൊടിയും അതിൻ്റെ കൂടെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് പൊടിയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. വേറെ പൊടികളൊന്നും ഞാൻ ചേർക്കാറില്ല. മുളക് പൊടിയോ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റോ അങ്ങനെ കാര്യങ്ങളൊന്നും ഇപ്പോൾ ചെയ്യുന്നില്ല. ജസ്റ്റ് വറുത്തെടുക്കുക എന്നുള്ള കാര്യങ്ങൾ മാത്രമേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ ആ എണ്ണയൊക്കെ കരിഞ്ഞ് പോകാതിരിക്കാൻ വേണ്ടിയിട്ടും ആ കരിഞ്ഞ ചുവയൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടുമാണ് ഞാൻ ഉപ്പ് മഞ്ഞൾപ്പൊടി മാത്രം പുരട്ടി വെച്ചു. ഇനി നമുക്ക് പാൻ ചൂടാക്കാം. നമുക്ക് ആവശ്യമുള്ള നല്ല എണ്ണ ഒഴിച്ചിട്ട് നമുക്ക് അതിലേക്ക് ഈ മീൻ പീസ് പെറുക്കിയിട്ടിട്ട് നന്നായിട്ട് നിരത്തിയിടുക. ആദ്യം ഇട്ട് കഴിഞ്ഞാൽ ഒന്നൊന്ന് തൊടാണ്ട് കിടക്കും. കുറച്ച് വെള്ളം വലിയുമ്പോഴേക്കും കുറച്ചുകൂടി അളവ് കൂടുതലെടുത്തൊക്കെ രീതിയിൽ തോന്നും. അതുകൊണ്ട് ആദ്യം തന്നെ കുറച്ച് നല്ല നിരപ്പ് അങ്ങ് ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. നല്ല നിരക്കെ കിടന്നോട്ടെ. കുറച്ച് കഴിയുമ്പോൾ ഇത് ചുരുങ്ങും. അപ്പോൾ നല്ല നല്ല സ്പേസ് കിട്ടും. അപ്പം നന്നായിട്ട് എണ്ണ തിളച്ച് അത് ഒന്ന് ഇളക്കി കൊടുക്കുക. ചിലപ്പോൾ രണ്ടൊന്നൊക്കെ ഒട്ടി കിടക്കും. അപ്പോൾ ഒന്ന് ഈ പരുവത്തിൽ കണ്ടോ, ഒരു ഗോൾഡൻ ബ്രൗൺ നിറത്തിൽ. എന്നാൽ ഒത്തിരി മൂപ്പിച്ച് കടുമുടാന്നാക്കി എടുക്കേണ്ട ആവശ്യമില്ല. കണ്ടോ, എല്ലാത്തിൻ്റെ ഒരു സൈഡൊക്കെ ഒരു ഗോൾഡൻ നിറം ആയി വന്നിട്ടുണ്ട്. അപ്പം ആ ഭാഗം നോക്കി നമുക്ക് കോരി മാറ്റി വയ്ക്കാവുന്ന കഴിയ എണ്ണയിൽ തന്നെയാണ് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇത് ജസ്റ്റ് കോരിയിലേക്ക് കോരി മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ആവശ്യം ഇഞ്ചിയും വെളുത്തുള്ളിയാണ്. ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പില ഇവിടെ എടുത്തിട്ടുണ്ട്. എല്ലാം നീളത്തിൽ അരിഞ്ഞാണ്. നമ്മൾ മീൻ വറുത്ത അതേ എണ്ണയിൽ തന്നെയാണ് കുറച്ച് കടുക് പൊട്ടിക്കുന്നു. കടുക് നന്നായിട്ട് പൊട്ടിയ ശേഷം നന്നായിട്ട് പൊട്ടട്ടെ. കടുക് നന്നായിട്ട് പൊട്ടിയ ശേഷം നമുക്ക് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതെല്ലാം കുനുകുനാന്ന് അരിഞ്ഞതല്ല, അല്പം നീളത്തിലരിഞ്ഞാണ്. മീനച്ചാറായതുകൊണ്ടാണ് ഒരല്പം നീളത്തിലരിഞ്ഞത്. വെളുത്തുള്ളിയും കുറച്ച് അരിയാത്തതൊക്കെ ഇടും. കാര്യം കുറച്ച് കടിക്കാനും അവിടെ കാണാനൊക്കെ ഉണ്ടാകാൻ വേണ്ടിയിട്ട് വെളുത്തുള്ളി കുറച്ച് അരിഞ്ഞത് വിടും. കുറച്ച് ചെറിയ കണമെന്നുണ്ടെങ്കിൽ അരിയാതെ അങ്ങിട്ടേക്കും. അപ്പോൾ കുറച്ച് നീളത്തിലേക്ക് ഇടും. ഇനിയിപ്പോൾ ഇന്നും ഇളക്കി അതിൻ്റെ വെള്ളമയം ഒന്ന് വറ്റി ഒന്നും പറഞ്ഞിട്ട് ഒത്തിരി ഗോൾഡൻ ബ്രൗൺ ആവേണ്ട ആവശ്യമൊന്നുമില്ല. ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് മൂക്കണം, അതിൻ്റെ വെള്ളം ഒന്ന് വറ്റണം. ആ പരുവത്തിൽ നമുക്ക് ബാക്കി പൊടികൾ സാധാരണ അച്ചാറിന് ചേർക്കേണ്ട എല്ലാ പൊടികളും ഇതിന് ചേർക്കുന്നു. അതായത് നമ്മുടെ മുളക് പൊടിയും ഉപ്പുപൊടിയും ഉലുവാപ്പൊടിയും കായപ്പൊടിയും എല്ലാം കണ്ടോ. മുളക് പൊടി, ഉലുവാപ്പൊടി, ഉപ്പുപൊടി, കായപ്പൊടി താരതമ്യേന അതിൻ്റെ അളവുകൾക്കാണ് വ്യത്യാസം ഉണ്ടാകുന്നത്. എല്ലാ അച്ചാറിനും ഈ ഒരു പൊടികളൊക്കെ തന്നെ ചേർക്കുന്നതെങ്കിലും കായത്തിൻ്റെ ഏറ്റക്കുറവുകൾ, മുളക് പൊടിയുടെ ഏറ്റക്കുറവുകൾ അങ്ങനെയൊക്കെ നോക്കുക. ഉലുവാപ്പൊടി ഇട്ടു, അല്ലെങ്കിൽ ഉപ്പുപൊടി ഇട്ടു. ഉപ്പ് നമുക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നീടാണെങ്കിലും ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. കായപ്പൊടി മറ്റു നമ്മുടെ മാങ്ങാച്ചാറിനെ അരങ്ങാച്ചാറിനെ അപേക്ഷിച്ച് കുറച്ച് ഇട്ടിട്ടുള്ളൂ. അതുപോലെ തന്നെ മുളക് പൊടി, പിരിയ മുളക് പൊടിയാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. പിരിയ മുളക് പൊടി ഇട്ട് കൊടുത്തു. ഇനി നന്നായിട്ട് യോജിപ്പിക്കുക. എണ്ണ നല്ല പുരണ്ടിട്ട് പോരാത്ത മുളക് പൊടി നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അതിൽ കുഴപ്പമൊന്നുമില്ല. ആവശ്യത്തിന് മുളക് പൊടി ഇട്ട് നമ്മൾ ഉപ്പ് പോരാത്ത ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. കുറവുണ്ട്. അപ്പോൾ ആ പോരാത്ത ഉപ്പ്, കുറവുള്ള ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. ഇതിലേക്ക് വിനാഗിരി നമുക്ക് കുറേശ്ശെ ചേർത്ത് കൊടുക്കാം. വിനാഗിരി ചേർത്താണ് നമ്മൾ ഈ അച്ചാറിൻ്റെ ഗ്രേവി ലൂസാക്കി എടുക്കുന്നത്. മീനിനകത്ത് ഉപ്പും പുളിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ആവശ്യത്തിന് പുളി വെള്ളം, അതായത് വിനാഗിരി ചേർത്ത് കൊടുക്കണം. ഇതിനകത്തുനിന്ന് വിനാഗിരി കുറയും, കാരണം മീൻ വലിച്ചെടുക്കും. ഉപ്പും പുളിയൊക്കെ മീൻ വലിച്ചെടുക്കുന്നതുകൊണ്ട് പുളിയും ഉപ്പും കുറയും. അത് കണക്കാക്കി ഒരല്പം ഉപ്പും പുളിയും മുമ്പിലേക്കിട്ട്, അതായത് കുറച്ചുകൂടി കൂടുതലാക്കി വേണം മീനച്ചാറും ബീഫ് അച്ചാറും ചെമ്മീൻ അച്ചാറൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഗ്രേവി ഇവിടെ നല്ല റെഡിയായിട്ട് വന്നിട്ടുണ്ട്. കണ്ടോ, എണ്ണയൊക്കെ തെളിയാൻ തുടങ്ങിയിട്ടുണ്ട്. കണ്ടോ, നല്ല പെരണ്ട ഗ്രേവി ആയിപ്പോൾ ഉള്ളത്. നമുക്കിതിനകത്തേക്ക് നമ്മൾ വറുത്ത് കോരി വെച്ചേക്കുന്ന മീൻ ചേർത്ത് കൊടുത്താൽ മാത്രം മതി. ഇനി വറുത്ത് കോരി എണ്ണ വാലാൻ വെച്ചിരുന്ന മീനങ്ങ് ചേർത്ത് കൊടുത്ത് തട്ടി ഇളക്കി കൂട്ടി എടുത്ത് കഴിഞ്ഞാൽ പിന്നെ മക്കളെ ഒരു അടിപൊളി മീൻ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നന്നായിട്ട് യോജിപ്പിക്കുക.
ഇത് ഇന്ന് തന്നെ ഉപയോഗിക്കാൻ ഒരു കാരണവശാലും കൊള്ളത്തില്ല. കാര്യം മീനിനകത്ത് ഉപ്പും പുളി ഒന്നും പിടിച്ച് കാണത്തില്ല. അപ്പോൾ കുറച്ച് ദിവസം ഇരുന്ന ശേഷം മാത്രമേ മീനച്ചാർ ഉപയോഗിക്കാൻ പാടുള്ളൂ. അപ്പോൾ നന്നായിട്ട് ഇളക്കി പുരട്ടി തട്ടി കൂട്ടി എടുക്കുക. ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കണ്ട. ഇതുപോലെ നല്ല പെരണ്ട മീനച്ചാർ എത്ര ദിവസം ഇരുന്നാലും ചീത്തയാവത്തില്ല, ഞാൻ ഗ്യാരണ്ടി തരാം. അത്രയ്ക്ക് എണ്ണയൊക്കെ തെളിഞ്ഞ് വരും, നല്ല എണ്ണ തെളിഞ്ഞ് നല്ല കിടക്കും കേട്ടോ. അപ്പം നല്ലൊരു വീഡിയോ വേണ്ടി നമുക്ക് നാളെ വീണ്ടും കാണാം. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.